അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷമുള്ള സുപ്രധാനമായിട്ടുള്ള പോളിസി ചേഞ്ച് ആയിരുന്നു H1B വിസയ്ക്കകത്തുള്ള മാറ്റങ്ങൾ. ആ H1B വിസയ്ക്കകത്ത് പുതിയൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹിയിലെ അമേരിക്കൻ എംബസിയാണ് ഈ കാര്യം പുറത്തുവിട്ടുള്ളത്. അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ H1B വിസ റിന്യൂവിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആ അപ്ലിക്കേഷൻ കൊടുത്ത വ്യക്തിയുടെ ഓൺലൈൻ പ്രസൻസ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വ്യക്തി എങ്ങനെയാണ് ഇടപെടുന്നത്, ആ വ്യക്തിയുടെ മുൻകാലം അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡീറ്റെയിൽഡായ റിവ്യൂ നടത്താൻ പോവുകയാണെന്നാണ് ഇപ്പോൾ അമേരിക്കൻ എംബസി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അവർ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു പോവുകയാണ്. എന്നോട്ടാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വ്യക്തി ഇടപെടൽ നടത്താൻ തുടങ്ങിയത് അന്നോട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത പുറത്തുവിട്ടുണ്ട്. അമേരിക്കൻ എംബസിയുമായിട്ടുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത പുറത്തുവിട്ടുള്ളത്. അതിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? US expands online review of H1B and H4 applicants. The United States has extended online presence reviews to all H1B and H4 visa applicants worldwide. A move aimed at curbing work visa program abuse but causing disruptions. Beginning December 15, the Department of State expanded online presence reviews to all H1B and H4 applicants as part of standard visa screening. The US Embassy in New Delhi said Monday. This vetting is being conducted globally for all applicants of all nationalities while still permitting companies to hire the best temporary foreign workers. അവർ പറയുന്ന കാര്യം ഇതാണ്: എല്ലാ H1B വിസയും, ഒരു രാജ്യത്ത് മാത്രമല്ല എല്ലാ H1B വിസക്കാരുടെയും ഓൺലൈൻ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി റിവ്യൂ നടന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കമ്പനികൾക്ക് വേണമെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള വർക്കേഴ്സിനെ ഹയർ ചെയ്യാം. പക്ഷേ H1B വിസ അപ്രൂവ് ആവുന്നത് ഈ റിവ്യൂവിന് ശേഷമായിരിക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. H4 വിസ എന്ന് പറയുമ്പോഴത്തേക്കും H1B വിസക്കാർക്ക് അവരുടെ ഭാര്യയും പിന്നെ 21 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് H4 വിസ. H4 വിസയ്ക്കകത്തും ഇതേ കാര്യം നടക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ റിവ്യൂ ശക്തമായിട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ സ്ക്രീനിങ്ങിന് ഒരു സമയപരിധിയുണ്ട്. ഇത്ര സമയം കൊണ്ട് വിസ സ്ക്രീനിങ് നടത്തിയിട്ട് വിസ ഉണ്ടോ വിസ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതിന്റെ സമയപരിധി ഇപ്പോൾ വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്. വിസ ഇന്റർവ്യൂവിന് വേണ്ടി തിരിച്ച് ഇന്ത്യയിലെത്തിയ പലർക്കും തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിസംബർ മാസത്തിൽ നടക്കേണ്ടിരുന്ന വിസ റിവ്യൂവിന് അതിന്റെ വിസ ഇന്റർവ്യൂ ഇപ്പോൾ മാർച്ച് മാസത്തിലേക്ക് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിന് മുമ്പേ മാത്രമേ ഈ ഓൺലൈൻ റിവ്യൂ തീർക്കാൻ പറ്റത്തുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും ആ വ്യക്തി എങ്ങനെയാണ് ഇടപെടുന്നത്, മാത്രമല്ല അമേരിക്കക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം കൂടി അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ഇങ്ങനത്തെ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വ്യക്തമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നാണ് വ്യക്തമായിട്ടും അവിടെയുള്ള ഈ ഇമിഗ്രേഷൻ ലോയേഴ്സ് എന്ന് വ്യക്തമാക്കുന്നവർ പറഞ്ഞിട്ടുള്ളത്. ഇമിഗ്രേഷൻ നടപടികൾ കുറച്ചുകൂടി സുതാര്യമാക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് ഉള്ളത്. അവരാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഈ കാര്യം. അവരാണ് ഈ കാര്യം വ്യക്തമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമുള്ള നിയമപരമായിട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അവർ വ്യക്തത പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യത്തിൽ ശക്തമായ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 70% മുകളിൽ H1B വിസ ഹോൾഡേഴ്സും ഇന്ത്യക്കാരാണ്. ഇന്ത്യ എന്നുള്ളവരാണ് H1B വിസ അധികമായിട്ട് എടുത്തത്. അപ്പോൾ H1B വിസയ്ക്കകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെ തന്നെയായിരിക്കും. എന്തൊക്കെയാലും H1B വിസയ്ക്കകത്തും H4 വിസയ്ക്കകത്തും ഓൺലൈൻ സ്ക്രീനിങ്, സാമൂഹ്യ മാധ്യമ സ്ക്രീനിങ് ശക്തമായി തന്നെ നടത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ശക്തമായ പ്രശ്നം ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മാർച്ചോടെ ആയിരിക്കും മിക്കവാറുമുള്ള എല്ലാ വിസ സ്ക്രീനിങ്ങും വിസ ഇന്റർവ്യൂ അവസാനിക്കാൻ പോകുന്നത്. അത് വലിയ നീക്കമായിരിക്കും. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം അറിയാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതും വലിയ പ്രശ്നമായിരിക്കും. ലൈക്കുകളും ഷെയറുകളും പോസ്റ്റുകളും അടക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിസ ലഭിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടാക്കും. H1B വിസക്കാർക്കും ഉണ്ട്, H4 വിസക്കാർക്കും ഈ പ്രശ്നമുണ്ട് എന്നാണ് ഇപ്പോൾ എംബസി പുറത്തോട്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്.